ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുക. ഞങ്ങൾ പുറത്തു നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഉത്തരം ഏതാണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കുക. ആദ്യം പറയുന്ന ആൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം പറയാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ആരാദ്യം പറയണമെന്ന് തീരുമാനിക്കുന്നത് പുരുഷു എന്ന കമ്പ്യൂട്ടറാണ്. ഓക്കെ, പുരുഷു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുരുഷു, അക്ഷരങ്ങൾ കൊണ്ടുവരൂ. കൃഷ്ണ, തുറക്കൂ. സി. സി. രണ്ടാം സ്ഥാനം രന്ദിഷ്. ഡി. പാർവതി. എ. ബി. ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് രന്ദിഷ്. ചെറുപ്പത്തിൽ നിങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ച ചിത്രകഥ ഏതാണ്? മായാവി എന്ന് 28% പേര് പറഞ്ഞു. രണ്ടാമതാരാണ്? കൃഷ്ണകുമാർ. ആരാണ്? ഡിങ്കൻ. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഡിങ്കൻ ഒരുപാട് പേര് ഇപ്പൊ പറയുന്നത് വലുതായപ്പോൾ പഴയതിനേക്കാൾ പ്രതാപത്തോടു കൂടി ഒരു മതമായി വന്ന് ഡിങ്കോയിസമായിട്ട് ഡിങ്കമതം എന്ന് പറയുന്ന മതമായിട്ട് വന്നിരിക്കണം. എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ അതിലുണ്ട്. അവരുടെ ആശയങ്ങൾ ചില സമയത്ത് നമുക്ക് വളരെ രസം തോന്നും. നമ്മളുടെ സാധാരണ മതാനുഷ്ഠാനങ്ങളിൽ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത ആചാരങ്ങൾ കടന്നു വരുന്നു. അതിനെ കുറേ നാളുകളായിട്ട് നിരീശ്വരവാദികൾ എതിർത്തു, പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ പെട്ടെന്നാണ് ഡിങ്കോയിസ്റ്റുകൾ വന്നതും ഡിങ്കോയിസ്റ്റുകളുടെ ഒരു റൂട്ട് തന്നെ നിങ്ങൾക്ക് ഭ്രാന്താണെങ്കിൽ എനിക്ക് മുഴുഭ്രാന്താണ് എന്ന റൂട്ടിലാണ്. ലോകത്തിലെ പല സായിപ്പന്മാര് വരെ ഡിങ്കമതത്തിലുണ്ട്. ഉണ്ട്. പിന്നെ നീക്കതാണോ? ഞാൻ സായിപ്പല്ലോ. അല്ല, കണ്ടാ തോന്നും. അപ്പോ ഡിങ്കമതം അങ്ങനെയുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഡിങ്കന് 10%. ഇനി പാർവതി. മാജിക് മാലു. നോക്കട്ടെ. ഇല്ല. എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ മാജിക് മാലുവിനെ. മാജിക് മാലു എനിക്ക് തോന്നുന്നു ഒരു ന്യൂ ജനറേഷൻ കാർട്ടൂൺ കഥാപാത്രമാണ്. 10 വർഷത്തോളായി. അത്രയല്ലോ നിങ്ങളുടെ കുട്ടിക്കാലവും 10-15 വർഷമായി കാണും. 15 വർഷം. പക്ഷെ പൊതുസമൂഹത്തിൽ കുട്ടിക്കാലം എന്ന് പറഞ്ഞ് നോക്കിയപ്പോ മാജിക് മാലു വന്നിട്ടില്ല. ആരാണ്? ശുപ്പാണ്ടി. നോക്കട്ടെ. ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ അവരവരുടെ പേഴ്സണൽ താല്പര്യങ്ങളും അവനവന് ഇഷ്ടമുള്ളതുമാണ് പറയുന്നത്. നമുക്ക് മറ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് തുറന്നു നോക്കാം. ഓപ്പൺ സി. കബീഷ് 21% പേര് പറഞ്ഞിരിക്കുന്നു. ഓപ്പൺ ഡി. ബോബനും മോളിയും 26% പേര് പറഞ്ഞിരിക്കുന്നു. ഈ ശിക്കാരി ശംഭു 15% പേര് പറഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എന്താ ശുപ്പാണ്ടിയുടെ ഇത്ര ഇഷ്ടം? ശുപ്പാണ്ടി നല്ലതല്ലേ? നല്ല ക്യൂട്ടാണ്, മണ്ടനാണ്. ശുപ്പാണ്ടിയുടെ തലയുടെ ഷേപ്പ് കൊണ്ടാണോ ശുപ്പാണ്ടിനെ ഇഷ്ടം? ശുപ്പാണ്ടി നല്ല ഫ്രീക്കനാ. അടുത്ത ചോദ്യത്തിന് വേണ്ടി വീണ്ടും ABCD വരട്ടെ. ഫ്രീക്കാണ്ടി തന്നെ ആയിക്കോട്ടെ. ഒന്നും കിട്ടിയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം. എ. പാർവതി. ബി. സി എടുക്കാം. കൃഷ്ണകുമാർ. ഡി. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? സാന്റാക്ലോസ് വരുന്നത് കരോളിലാണ് അല്ലേ? നോക്കട്ടെ, അതുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും നമ്മളുടെ കരോൾ 19%. സാന്റാക്ലോസ് ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല. അടുത്തത് പാർവതി. ക്രിസ്മസ് സ്റ്റാർ. നോക്കട്ടെ. പേര്. നക്ഷത്രങ്ങൾ ഇട്ടിട്ടുണ്ടോ വീട്ടില് ക്രിസ്മസിന്? എത്ര നക്ഷത്രം വരെ ഇട്ടിട്ടുണ്ട്? 2 നക്ഷത്രം. ഇതിങ്ങനെ ഈ പരിപാടിയിലുള്ള നക്ഷത്രമാണോ? നല്ല രസമല്ലേ? നക്ഷത്രം കാണാൻ വേണ്ടി ചെറുപ്പത്തിൽ പുറത്തിറങ്ങി നടന്നു പോയിട്ടുണ്ടോ ഓരോ വീടുകളിൽ ഇട്ടത് കാണാൻ വേണ്ടിട്ട്? ബസ്സിലൊക്കെ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബസ്സിൽ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്. കടയിലൊക്കെ ഇങ്ങനെ തൂക്കിടുമ്പോ ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോ ഗെയിം കളിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്റ്റാർ ഉണ്ടെന്ന ആൾക്ക് സമ്മാനം ഉണ്ടെന്നുള്ളത്.
അത് മാത്രമല്ല ഈ ഡിസംബറിൽ പ്രത്യേകമുണ്ട്, നല്ല സ്റ്റാർ മേടിച്ചിട്ടുള്ള കുഴപ്പം രാത്രി മുഴുവൻ മഞ്ഞായിരിക്കും, പകല് മുഴുവൻ വെയിലായിരിക്കും, പിന്നെ രാത്രി മുഴുവൻ മഞ്ഞായിരിക്കും. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം. കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബറിൽ നല്ല മഴയായിരുന്നു, വലിയ പാടായിരുന്നു. ഓരോ ദിവസവും സ്റ്റാർ മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്ത ആള് രന്തീഷ്. കേക്ക്. കേക്ക്. വാശിയേറിയ പറച്ചിലുകളാണ്. 26% പേരാണ് കേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്നേഹ. ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ 20% പേര് പറഞ്ഞിരിക്കുന്നു. നമുക്കിനി ഏതാണ് നോക്കാം. ലാസ്റ്റ് ഇരിക്കുന്നത് ഈ പുൽക്കൂട്. 18% പേർക്ക് അതാണ് വരുന്നത്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ എഴുതും. സിനിമാ പാട്ടിന് ഇണക്കിയാണ് നമ്മൾ ക്രിസ്മസിന്. അതിനകത്ത് യേശുവിനെ ബത്ലഹേം, പുൽത്തൊഴുത്ത്, മഞ്ഞ്, രാത്രി, രാവ് എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ടുകളുണ്ടാകും. അപ്പം ഒരു ദിവസം കരോളിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പാട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞു, നമുക്ക് ഇത്തവണ കരോൾ മുമ്പ് ഈ പാട്ട് പാടാം. ഓമനപ്പുഴ കടപ്പുറത്തിന് ഓമനെ എന്നുള്ള പാട്ടിന് അവൻ ക്രിസ്മസ് പാട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതിന് അവസാനം ഈ പാട്ടെഴുതുമ്പോൾ കറക്റ്റ് മീറ്റർ എഴുതണമല്ലോ, ഇവന് മീറ്റർ ഒക്കുന്നില്ല. എന്നിട്ട് അവൻ എങ്ങനെയൊക്കെയോ അത് പാടി ഒപ്പിച്ചു. ബത്ലഹേമിൽ ജനിച്ചു വീണ യേശുവേ, ഉണ്ണി യേശുവേ, നീ പുൽത്തൊഴുത്തിൽ തന്നെ പിറന്നത് എന്തിനാ എന്തിനാ. അടുത്ത വരേണ്ട സർ, നീ ജനിച്ചാൽ നാട്ടിലെങ്ങും ക്രിസ്തുമസ്, നീ മരിച്ചു പോയാൽ ദുഃഖ വെള്ളിയാഴ്ചയാ, 30 വെള്ളിക്കാശിനാ യൂദാസ് ഒറ്റിക്കൊടുത്തു, യൂദാസിനോട് ക്ഷമിച്ചവനാ നീ, യൂദാസ് ഭയങ്കരനാ, ഉണ്ണീശോ പാവമാ. എന്തുമാത്രം കഷ്ടപ്പാട് ഉണ്ണീശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയേക്കാം. വീണ്ടും വരട്ടെ ABCD. നമുക്ക് ഇപ്രാവശ്യം പാർവതിയിൽ നിന്ന് തുടങ്ങാം. അതെ, പാർവതി ഓമനക്കുട്ടന്റെ ഒരു ഛായയുണ്ട് അല്ലേ. ബി. ബി 2ാം സ്ഥാനം. ശ്രീകാട്ടി. സി. കൃഷ്ണകുമാർ. എ. എ. രന്തീഷ്. ഡി. ഡി. കൃഷ്ണകുമാർ. മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പായസം ഏതാണ്? പാലട. പാലട. പാലടയാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നു. പാലട 27% പേര് അത് പറഞ്ഞിട്ടുണ്ട്. 2ാം സ്ഥാനം പാർവതി. അടപ്രഥമൻ. 25% പേര് അടപ്രഥമൻ പറഞ്ഞു. ഇനി സ്നേഹ. പരിപ്പ് പായസം. പരിപ്പു പായസം. മനസ്സിലായി, പരിപ്പ്. അപ്പം സേമിയാവാ. സേമിയ പായസം. ഓപ്പൺ. ഈ അരവണ പായസം 9. ക്ലാസ്സിൽ ശബരിമലയിൽ നിന്ന് പോയ മണ്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ തിന്നും. ആവേശത്തിന് മേടിച്ചു കഴിഞ്ഞിട്ട് കൈ തുടക്കാനൊരു സ്ഥലമില്ലാതെയാണ് പാടുപെട്ട് പോകുന്നത്. അരവണ പായസം തിന്നു കഴിഞ്ഞാൽ എപ്പോഴും. വാശിയേറിയ ഒരു മത്സരമാണ് ഇന്നത്തെ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ളത്. ആര് ജയിക്കും ആര് തോറ്റുമെന്നല്ല പുരുഷു പറഞ്ഞു തരും. രന്തീഷ് TR 76, കൃഷ്ണകുമാർ KG 56, പാർവതി S നാരായണൻ 52, സ്നേഹ ഉഷൻ 37 മാർക്കുകൾ വാങ്ങിയ സ്നേഹ ഉഷനാണ് ഇവിടെ നിന്നും ഔട്ടായി പോകുന്നത്. സ്നേഹ ഉഷൻ വരൂ. സ്നേഹ ഉഷൻ ഒരു മിലിറ്ററിക്കാരൻ്റെ മകളാണ്. അത് തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വീട്ടിലെല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയുക. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സമ്മാനം വാങ്ങിക്കോളൂ.